എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് നമ്മുടെ സർ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ 164-ാം ജന്മദിനത്തിന് എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസക്തമായ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നമ്മളെ ഇന്നത്തെ പല ജഡ്ജ്മെൻറ്റുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും അത് പഠിക്കാനുണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഇവിടെ പഴയ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും ഉന്നത പദവിയിലെത്തിയ ഒരു വ്യക്തിയാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ. 1906 മിൻറ്റോ മോർലി പരിഷ്കാരം വന്നപ്പോൾ നമ്മളുടെ ഈ തദ്ദേശീയരായ ആളുകൾക്ക് ഈ ഗവൺമെൻറ്റിൽ സ്ഥാനം നൽകാനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ കൊച്ചു ഗ്രാമമായ മങ്കരയിലെ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ അന്ന് വന്നത് ഭൂമി, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത് അദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരുന്നു. ഏകദേശം ശതക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ പരിധിയിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാലിയൻ വാലാബാഗ്, അതായത് പഞ്ചാബിലെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വീട്ടിൽ ഒരു മതപരമായ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ആളുകൾ ഒത്തുകൂടിയിരുന്നു. ആ ഒത്തുകൂടിയ ആളുകളുടെ നേരെ അന്നത്തെ മൈക്കിൾ ഡയർ എന്ന ആ പോലീസ് ഓഫീസർ വെടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് കിണറ്റിൽ ചാടി മരിച്ചിട്ടുണ്ട്. ഒരുപാട് മതിൽ ചാടി അങ്ങനെ മരിച്ചവരുണ്ട്. വെടിവെച്ച് കൊന്നവരൊരുപാടുണ്ട്. 1000-ഓളം ആളുണ്ട്, 500 ആളുണ്ട്, 300 ആളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം ഈ ഒരു വിഷയം കാരണം അദ്ദേഹം അന്നത്തെ ആ ഡയർ എന്ന ഉദ്യോഗസ്ഥനെതിരെ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ ഈ ഉദ്യോഗസ്ഥൻ ചേറ്റൂർ സാറിൻ്റെ പേരിൽ ബ്രിട്ടനിലെ കിങ് കോടതിയിൽ ഒരു ഹർജി നൽകുകയും അദ്ദേഹത്തിനെതിരെ ഒരു വിധി വരികയും ചെയ്തു. അവിടെ ബ്രിട്ടനിലെ ആളുകളായിരുന്നു മറ്റുള്ള ജഡ്ജിമാരും അഡ്വക്കേറ്റ്മാരും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ ഒരു വിധി വന്നത് 500 പൗണ്ട് നഷ്ടപരിഹാരവും 700 പൗണ്ട് മറ്റ് ചെലവുകൾക്കും അടക്കാനായിരുന്നു. പക്ഷേ അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ ഇത് വേണ്ടെന്നായിരുന്നു. പക്ഷേ ആ വലിയ മനുഷ്യൻ മാപ്പ് പറഞ്ഞില്ല. മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ഞാൻ എൻ്റെ വിധിയിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഏക ഇന്ത്യക്കാരൻ എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അങ്ങനത്തെ ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ. ഒരുപാട് മേഖലയിൽ ഉയർന്ന പദവികളിരുന്നൊരു വ്യക്തിയാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ. മങ്കരയിലെ ഒരു കുഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ ആ തറവാട് സന്ദർശിക്കുകയും ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മക്ക് ഒരു സ്മാരകമോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. കാരണം ശക്തമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നില്ല, നിഷ്പക്ഷപാതിയായിരുന്നു അദ്ദേഹം എന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഔഷധ ഗാർഡൻ സ്വന്തമായിട്ട് നമുക്ക് അവരുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് കുടുംബങ്ങളോടുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ നിലയുടെ മനോഹരമായ ആ 8 അടുത്ത് ഒരു ഗാർഡൻ ഒരുക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. കുടുംബത്തിൻ്റെ സമ്മതവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചിട്ട് ഞങ്ങളൊരു പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ഇറക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇതൊക്കെ ചെറിയൊരു സംഭവമാണ്. അങ്ങനെ വലിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇന്നത്തെ പഠിച്ചു വരുന്ന പുതിയതായിട്ട് നിയമമൊക്കെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കാനുണ്ട്. അത് ഈ ഗ്രന്ഥത്തിലൂടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം.